സംവിധായകൻ രാജ് നിതിമോറും സാമന്തയും പ്രണയത്തിലാണെന്ന വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധിയെ അതിജീവിക്കുമ്പോൾ ആശ്വാസമായത് അദ്ദേഹമായിരുന്നുവെന്ന് താരം മുൻപ് വ്യക്തമാക്കിയിരുന്നു. അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും സാമന്ത സാന്നിധ്യം അറിയിച്ചപ്പോൾ പ്രൊമോഷൻ പരിപാടികളും അദ്ദേഹം സജീവമായിരുന്നു. രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയായിരുന്നു ഇവരുടെ ബന്ധത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നത്. ഇരുവരും ഒന്നിക്കാനുള്ള തീരുമാനത്തിലാണെന്നും താമസത്തിനായി പുതിയ സ്ഥലം അന്വേഷിക്കുകയാണെന്നുമുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലിവിംഗ് ടുഗദർ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സാമന്തയും രാജും. താമസിക്കാനായി പുത്തൻ അപ്പാർട്ട്മെന്റ് തിരയുകയാണ് ഇവരെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ബന്ധത്തെക്കുറിച്ചോ ഒന്നിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവരുടെ പ്രതികരണം അറിയാനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. വിവാഹമോചിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണ് രാജെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ മകൾ ഇതെങ്ങനെ സഹിക്കുമെന്നായിരുന്നു ചോദ്യങ്ങൾ. സുഹൃത്തിൻ്റെ മകളെയാണ് അദ്ദേഹത്തിനൊപ്പം കാണാറുള്ളത്. രാജിന് കുട്ടികളില്ലെന്നും അദ്ദേഹം വിവാഹമോചിതനാണെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. മുൻ ഭാര്യയുടെ പോസ്റ്റുകളും വിവാഹ ഫോട്ടോയുമെല്ലാം കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. പൊതുവേദികളിലും ഇരുവരും ഒന്നിച്ചെത്തുന്നത് പതിവായതോടെയായിരുന്നു ചർച്ചകളും സജീവമായത്. ഒന്നിച്ചുള്ള ചിത്രങ്ങളും പങ്കിടുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ രാജിൻ്റെ തോളോട് ചേർന്നുള്ളൊരു ഫോട്ടോ സാമന്ത പങ്കുവച്ചിരുന്നു. ഇത് കണ്ടതോടെയാണ് ഇവർ പ്രണയത്തിലാണോ എന്ന ചോദ്യങ്ങൾ കൂടിയത്. ശുഭം സിനിമയുടെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും രാജിൻ്റെ സാന്നിധ്യമുള്ളതും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. രാജിൻ്റെ പ്രണയം ചർച്ചയാവുന്നതിനിടെ മുൻ ഭാര്യയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും വൈറലായിരുന്നു. 2015 ഇവരുടെ വിവാഹം. 2022 ഇരുവരും വേർപിരിഞ്ഞു. എന്നെക്കുറിച്ച് നല്ലത് പറയുകയും എന്നോട് സംസാരിക്കുകയും എഴുതുകയും ചെയ്ത് എല്ലാവരോടും നന്ദി പറയുന്നു എന്നായിരുന്നു ഇവരുടെ കുറിപ്പ്. ഇത് ആരെ ഉദ്ദേശിച്ചായിരുന്നു എന്നാണ് ചോദ്യങ്ങൾ. ഓടി നടന്ന് സിനിമ ചെയ്തൊരു കാലമുണ്ടായിരുന്നു സാമന്തയ്ക്ക്. കഥയും കഥാപാത്രത്തെക്കുറിച്ചും വിശദമായി പഠിച്ച് ഇന്ന് സിനിമ ചെയ്യുന്നുള്ളൂ. വർഷത്തിൽ ഇത്ര സിനിമ വേണമെന്ന നിർബന്ധമൊന്നും ഇന്നില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ അധികം ചിന്തിക്കാറുമില്ല. അഭിനേത്രി ആയതും ആളുകളുടെ സ്നേഹം കിട്ടിയതുമെല്ലാം വലിയ ഭാഗ്യമായാണ് കാണുന്നത്. അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സാമന്ത പറഞ്ഞു.